ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിൽ 5 ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ എന്തായാലും 10 പ്രമാണങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങി. നമ്മൾ 5ാമത്തെ പ്രമാണം കൊല്ലരുത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതോടെ നമ്മുടെ സമയം തീർന്നു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ വളരെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് മുഴുവൻ പറയേണ്ട ഒരു വിഷയമായിരിക്കാം 6ാം പ്രമാണം എന്ന് പറയുന്ന ആ പ്രമാണത്തിന് മാത്രമേ ഉള്ളൂ നമ്പർ ഇട്ട് ഈ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുള്ളൂ അല്ലേ? 6ാം പ്രമാണം അത് ആദ്യകാലത്തൊക്കെ ഓർത്തിട്ടുണ്ട്. അത് ഏത് പ്രമാണമെന്ന് എണ്ണി നോക്കണമായിരുന്നു. കുറെ പ്രായമാകുമ്പം പിന്നെ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞാലേ. അപ്പോൾ അതിൽ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം ഉണ്ടെങ്കിലും നമുക്കൊന്ന് ചുരുക്കി പറയാം അല്ലേ? വ്യഭിചാരം ചെയ്യരുത്. അത് നമുക്കറിയാം, പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, വ്യഭിചാരം എല്ലാവർക്കും അറിയാം. അപ്പം സ്വന്തം ഭാര്യയ്ക്കപ്പുറത്തൊരു സ്ത്രീയോട്, സ്വന്തം ഭർത്താവിനപ്പുറത്തൊരു പുരുഷനോടുള്ള ജടികമായ വീഴ്ചകളും ബന്ധങ്ങളെയാണ് പൊതുവിൽ വ്യഭിചാരം എന്ന് പറയുക. പക്ഷേ അത് ചിലപ്പോൾ ഒത്തിരി പേരിലും കുറവായിരിക്കും. അതിനേക്കാൾ വലിയൊരു വ്യഭിചാരം ഹൃദയത്തിലാണ്. ഹൃദയത്തിലെ വ്യഭിചാരമുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മിക്ക ആണുങ്ങൾക്കും 2 ഭാര്യമാരുണ്ട്. പണ്ട് പറയാറുള്ളതായത് ഒന്നും മനസ്സിലില്ലേ, ഇമാജിനേഷനിലെ ഭാര്യ. 2 ഭാര്യമാരുണ്ട്. പല പെണ്ണുങ്ങൾക്കും ഉണ്ട് 2 കെട്ടിയന്മാർ. ഭാവനയിലേതും യാഥാർത്ഥ്യത്തിൽ കെട്ടിയത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാവനയിലുള്ള ഒരു സ്ത്രീയെ കൊണ്ട് നടന്നാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരം. വിവാഹത്തിന് ശേഷം ഭാവനയിലെ ഭർത്താവിനെ കൊണ്ട് നടന്നാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരമാണ്. എന്ന് പറഞ്ഞാൽ ഏകപുരുഷൻ ഏകഭാര്യ. അപ്പം ദൈവം യോജിപ്പിച്ചു, അങ്ങനെ തന്നെ ആളെ അതിൻ്റെ തനിമയിൽ നമ്മൾ കാണുക. വിവാഹത്തിന് ശേഷം ഭാവനയിലെ ഒരു പങ്കാളിയെ ഓർത്ത് വിവാഹസ്വപ്നങ്ങൾ മെനഞ്ഞു പോയാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരമാണ്. അത് പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും. അപ്പം അവർക്ക് പിന്നെ ഒരിക്കലും തൃപ്തിയില്ല. അവിടെയാണ് വെറുതെ ഭാര്യയോടൊന്ന് പൊട്ടിത്തെറിക്കും. കാരണം ഒന്നും ചെയ്തിട്ടല്ല, കാരണം ഭാവനയിലുള്ള പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഭർത്താവിനോട് ക്ഷിപ്രകോപം പൊട്ടിത്തെറിയും. ഭാവനയിലുള്ളതുപോലെ ഇവർക്ക് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, വിവാഹത്തിൻ്റെ വിജയം കൊലപാതകത്തിലാണ്. ഒരു കൊലപാതകം നടക്കണം. അപ്പം പലപ്പോഴും തോന്നുന്നു ഇപ്പോൾ ഉള്ള ഭാര്യയെ കൊന്നേക്കാം, അതിപ്പോൾ ഉള്ള കെട്ടിയവനെ കൊന്നേക്കാം. അതില്ല. അങ്ങനെ കൊന്നാൽ ജയിലിൽ ഗോതമ്പുണ്ടയാണ്. അപ്പം കൊല്ലേണ്ടത് ഭാവനയിലെ ഭാര്യയെ കൊല്ലണം, ഭാവനയിലെ ഭർത്താവിനെ കൊല്ലണം. ദൈവം തന്നയാളെ 2 കൈ നീട്ടി സ്വീകരിക്കണം. അല്ലെങ്കിൽ അതിന് വരുന്ന വാക്കാണ് വ്യഭിചാരം. അത് ചിന്തയിലാകാം, അത് പ്രവൃത്തിയിലാകാം. പല വിധങ്ങളിൽ നമ്മുടെ മനസ്സിനെ മതിക്കാം, അത് കുടുംബത്തെ തകർക്കാം. ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണ്? പിന്നെ ഒന്നിനും ഒരു തൃപ്തിയില്ല. ഭാര്യയ്ക്കും തൃപ്തിയില്ല, ഭർത്താവിനും തൃപ്തിയില്ല. എപ്പോഴും ഒരു മൂഡൗട്ടാണ്. അതിന് ബേസിക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ ഇല്ലാതെ ജീവിക്കുമ്പോൾ തന്നെ അതൊരു ഹൃദയത്തിലെ വ്യഭിചാരമാണ്. ചുമ്മാ ആർക്കാനും വേണ്ടി ഓർഗാനിക്കുന്ന പോലെയെല്ലാം കിടക്ക പങ്കുവെക്കുന്ന പോലും മനസ്സില്ല മനസ്സോടെ. ഇനി നിർബന്ധപൂർവ്വം ഒരു സ്ത്രീയെ ഭാര്യയാണെങ്കിൽ പോലും ബലം പ്രയോഗിച്ച് ഒരു ഭർത്താവ് കീഴ്പ്പെടുത്തുമ്പോഴും അതും വ്യഭിചാരത്തിന് ഇതിലേക്ക് വരുള്ളൂ. സമർപ്പണമില്ല. അപ്പം ആ അവസ്ഥയിലേക്ക് കുടുംബം അധപതിക്കാൻ തുടങ്ങും. അവിടെ സ്നേഹിച്ച് തുടങ്ങാനും കിട്ടിയ ആളെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും പരാതി കൂടാതെ ആളെ ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കുക, നമ്മൾ ചെയ്യുക. അവിടെയാണ് വിജയം. അതില്ലെന്ന് വരില്ലേ പരാജയമായിട്ട് മാറും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു ഭാര്യ ഇതെല്ലാം അനുസരിച്ചേക്കാന്ന് തീരുമാനിക്കുന്നു, ഞാൻ ഉൾക്കൊള്ളാം എൻ്റെ ഭാവനയിലുള്ള ഭർത്താവിനെയൊക്കെ. പക്ഷേ ഭർത്താവ് ഇപ്പോഴും അങ്ങനെയല്ല, പല ഡിമാൻഡ്സുകളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഈ 2 പേരും 2 രീതിയാകുമ്പം അങ്ങനത്തെ കേസുകൾ ഒത്തിരി ഉണ്ടല്ലോ. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അങ്ങനെ ഒത്തിരി പേര് കരയുന്നവരുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രതീക്ഷ കാണും ഭർത്താവിനെ കുറിച്ച്, അല്ലെ ഭാര്യയെക്കുറിച്ച്. അല്ല, മനുഷ്യനല്ലേ, പ്രതീക്ഷ ഇല്ലാതിരിക്കില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഈ അവിഹിത ബന്ധം അല്ലെ മറ്റു പരലിലേക്കൊക്കെ, അതായത് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പലതും കിട്ടുന്നില്ല, അപ്പം അന്യരിലേക്ക് പോകുന്നു, അല്ലെ തിരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം നമ്മൾ ഇവിടം കൊണ്ട് തന്നെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം, സംതൃപ്തരാവണം എന്നൊക്കെ എത്ര പറഞ്ഞാലും മനുഷ്യനിങ്ങനെ പറ്റാതെ വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേരില്ലേ? ഉണ്ട്. നമ്മൾ എഫർട്ട് നടത്തുക. ഫാമിലി കൗൺസിലിംഗ് ആയിട്ടും നല്ല പരിചയമുള്ള ഡോക്ടർമാരോ
കൗൺസിലേഴ്സും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ ഈ മേഖലയുടെ പരാജയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊന്നും വഴങ്ങാതെ വന്നാൽ അനുഭവിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അനുഭവിക്കണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ലോകത്തിൻ്റെ ഡൈവോഴ്സ് മേടിച്ച് അവരങ്ങ് പോവുക ലോകത്തിന്. ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ അത് എല്ലാ മാർഗ്ഗവും നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഓക്കെ, ബാക്കി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ രീതി എടുക്കാനേ പറ്റും. അല്ല, ശരിക്കും വേറൊരു മനസ്സിൽ ചോദ്യം വന്നത്, അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയൊക്കെ മറ്റു ചില ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുമ്പം അവരാണ് വ്യഭിചാരം ചെയ്യുന്നതെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് കാരണം വീട്ടിയിരിക്കുന്നവരല്ലേ പലപ്പോഴും. ചിലരുടെ ചില അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴും ഒക്കെ അങ്ങനെ പോകുമ്പം നമുക്ക് മുഴുവനായിട്ടും ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയാലും തെറ്റുകളുടെ തന്നെയാണ് അങ്ങനെ പോകുമ്പോൾ. കാരണം അത് 99% പേരും പോകുന്നില്ലല്ലോ. പോകുന്നില്ല. കുറച്ച് പേരിങ്ങനെ പോകുന്ന വെച്ചാൽ അവരുടെ വിക്പോയിന്റ് ചെയ്തു പോന്നാലേ വിധിക്കുന്നില്ല. പക്ഷെ തെറ്റാണത്. അത് ഒരു മാതൃകാ ഭാര്യയും ഒരു മാതൃകാ അമ്മയായിട്ട് ഒതുങ്ങാനുള്ള ഒരു രീതിയെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ് മാതൃകാ ഭർത്താവും ആയിട്ട് ക്ഷമിച്ച് അങ്ങ് വിഴുങ്ങുക എന്നുള്ളത്. ഭർത്താവാണെങ്കിലും ഭാര്യയാണേലും പരമാവധി എഫർട്ട് നടത്തണം. എന്നിട്ടും നടക്കുന്നില്ല, ഉള്ളതിനെ കിട്ടിയ തടിയിൽ പറ്റുന്ന വിഗ്രഹങ്ങൾ കൊത്തുക, അതേ പറ്റൂ. എന്തായാലും രണ്ടുപേരും ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും അല്ല ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാതെ എന്തായാലും മുൻപോട്ട് പോകാൻ പറ്റില്ല. ഒരാളെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല. രണ്ടുപേർക്കും അതിനകത്ത് ഈക്വൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നല്ലേ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് ഒരുപാട് ചോദിക്കുന്നില്ല. കാരണം എനിക്ക് പലപ്പോഴും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വലിയ വിഷയമാണല്ലോ, പല പല കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൽ അടുത്തതിലേക്ക് പോകാം. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്നോട് പറഞ്ഞിരുന്നു ഇതിനെ ചൊല്ലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. കള്ളസാക്ഷ്യം പറയരുത്. കള്ളം പറയാമോ? ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നതൊക്കെ ഭർത്താവിനും ഭാര്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്രിയ സത്യം പറയരുതെന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ പറയാറില്ലേ? അതെന്ന് വെച്ചാലേ നമ്മൾ കള്ളസാക്ഷി എന്ന് പറഞ്ഞാൽ അതിലൊരു വ്യാഖ്യാനം നമ്മൾ മൂലം ആരുടെയും പേര് തകരരുത്. അതായത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പേരുദോഷണം വരുന്ന ആൾക്കാരുണ്ട്. ഈ പഴയ കാലങ്ങളിൽ സ്വരം മാറ്റി ഫോൺ വിളിക്കാം, ഊമൊക്കെ എഴുതാം, പറഞ്ഞു വരത്താം, അങ്ങനെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമൂഹത്തിന് സെറ്റപ്പുകൾ മാറിയപ്പം അതിനൊരു മാറ്റം, ഒരു വ്യതിയാനം വന്നിട്ടുണ്ട്. ഇന്ന് ഇത് പലപ്പോഴും വരുന്നത് നമ്മുടെ വാട്സപ്പ് വഴിയൊക്കെ ഉണ്ടാകാം. കാരണം വാട്സപ്പ് കൂട്ടായ്മയിൽ നമുക്ക് എന്തുവേതും എഴുതിയിടാൻ പറ്റും, എന്തുവേതും. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള മാർഗ്ഗവും ഇല്ലെന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യരുത്. ഇപ്പം മോഡേൺ ഒരു ആധുനിക സോഷ്യൽ മീഡിയയുടെ ലോകമാണല്ലോ. അപ്പോൾ ലോകത്ത് നമ്മൾ എന്തെങ്കിലും കണ്ട് ചാടി നമ്മൾ ഷെയർ ചെയ്യരുത്. അതിനെ നിജസ്ഥിതി അറിയാതെ ചെയ്യരുത്. ടി വിയിൽ ഒരു വാർത്ത വരുവാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. വാട്സപ്പിൽ വരുന്ന പലതും കള്ളത്തരങ്ങളാണ്. ആരെ നശിപ്പിക്കുന്നതിലും ഫേക്ക് ന്യൂസുകൾ അങ്ങനെ അടിച്ചുവിടാൻ പറ്റും. ഒരു ഇതില്ലാതെ സിനിമാ നടൻ ഇന്നസെൻ്റ് ജീവിച്ചപ്പോൾ തന്നെ 2 പ്രാവശ്യം മരിച്ചെന്നാണ് വാർത്ത വന്നത്. ഒരു സീരിയൽ നടൻ മരിച്ചെന്ന് പറഞ്ഞ വാർത്ത അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിപ്പാണ് എന്ന് പറയുന്നു. ജാനകി അമ്മ എന്ന എസ് ജാനകി 1-2 പ്രാവശ്യം മരിച്ചതായിട്ട് എനിക്ക് വാർത്ത വന്നു. ശരിയില്ല. അപ്പം ആർക്കും വേണേലും ഇതിങ്ങനെ അയച്ചുവിടാം. അങ്ങനെ വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ച, ആർക്കൊക്കെ പേരുദോഷം വരുന്നു, സ്വഭാവവിദ്യ വരുന്നു, സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അത് നന്മ വരികയില്ല, നമുക്ക് നന്മ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഒരു നല്ല പണിയുള്ള ആളാണ് ആൾക്ക് തംസപ്പ്, ചെറിയ പണിയുള്ളവനാണോ സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയാൻ. അപ്പം നമ്മൾ തൊഴിലില്ലാ കമ്പനിയുടെ കൂട്ടായ്മയാണ് പൊതുവിൽ വാട്സപ്പ് എന്ന് വെച്ചാൽ എല്ലാവരെയും കുറിച്ചല്ല, പല കാര്യങ്ങളിലും. വിലപ്പെട്ട സമയം എപ്പോഴും ഒരു വായനയിൽ എപ്പോഴും വാട്സപ്പ് നോക്കി കളയുക. അതാ മനുഷ്യൻ അത്രയും നിലവാരമുള്ളൂ, സ്റ്റാൻഡേർഡുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ആ പെരുമാറ്റങ്ങൾ. അപ്പം നമ്മൾ മൂലം ആരുടെയും പേരൊരിക്കലും നശിക്കരുത്. അപ്പം അത് കുടുംബത്തിലാണേലും പറയുന്ന വാക്ക്, ഭർത്താവിനോട് പറയുന്ന വാക്ക്, ഭാര്യയോട് പറയുന്ന വാക്ക്, അത് മുറിപ്പെടുത്തരുത്. അങ്ങനെ മുറിപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വൃഥാ പ്രയോഗിക്കുന്ന വാക്കുകളായിട്ട് മാറുകയാണ്. അപ്പം ആ ഒരു ചിന്തകളിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ തന്നെ അത് ക്രമീകരിച്ച് തിരിച്ചേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി മോഷ്ടിക്കരുതിനെ കുറിച്ച് പറയാം. മോഷ്ടിക്കരുത് പല രീതിയിലായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അച്ഛനിൽ നിന്ന് വരാൻ പോകുന്നത് അതെങ്ങനെയൊക്കെയാണ്?
ഈ മോഷ്ടിക്കരുതെന്ന് പറയുന്ന 8ാമത്തെ പ്രമാണം നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് അർഹതയില്ലാത്തൊന്നും കൈ വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് അടിസ്ഥാന വ്യാഖ്യാനം വരുന്നത്. എന്തെങ്കിലും പോയി വാഴക്കൊല വെട്ടി, റബ്ബർ വെട്ടി, കോഴിപ്പടയെ പിടിച്ചുകൊണ്ട് വന്നു, അതല്ല. ഏത് രീതിയിലും അർഹതയില്ലാതെ കൈവച്ചാൽ അത് മോഷണ വസ്തുവിന് തുല്യമാണ്. ഉദാഹരണം, അട്ടപ്പാടിയൊരു മധു വിശന്നപ്പം 2 കഷ്ണം റൊട്ടി എടുത്തു, അത് മോഷണമല്ല, അത് മോഷണമല്ല. പക്ഷേ ആശുപത്രിയിൽ ശമ്പളം മേടിക്കുന്ന നേഴ്സ് അവിടുന്ന് പോരുമ്പോൾ 2 ഗുളിക പോക്കറ്റിലെടുത്തിട്ടാൽ അത് മോഷണമാണ്. ഒരുപക്ഷെ വേശി കളയുന്ന ഗുളികയാകാം, പക്ഷേ ശമ്പളം മേടിക്കുന്നവർക്ക് അത് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് രീതിയിൽ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഷുഗർ നോക്കി 2 സൂചി പൊക്കിക്കൊണ്ട് വരിക, വേണേ എടുക്കാൻ ആരും അറിയുകയല്ല, പക്ഷെ അതിനകത്തൊരു മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി അതിനകത്ത് വരുന്നുള്ളത്. അപ്പം മനക്കടിയുള്ളതൊന്നും കയ്യിൽ വെക്കരുതെന്നാണ് ഇതൊരു വ്യാഖ്യാനം വരിക. ഉദാഹരണം, 600 രൂപ പണിക്കാരന് കൂലി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ വിശന്ന് വലഞ്ഞു പോരിഞ്ഞു. അവൻ 300 പണിതേക്കാൻ മുതലാളി എന്നും പറഞ്ഞ് വരുമ്പോൾ 600 കൂലികളെടുത്ത് ഇവൻ സമ്മതിച്ചതിന് പേരിൽ 300 പണിയിപ്പിച്ചാലും ഈ മുതലാളി 300 കട്ട കള്ളനാണ്. അവൻ 300 ചോദിച്ചാൽ അവന് 600 കൊടുക്കേണ്ടത്. അത് നാട്ടിൽ നടപ്പിൻ്റെ നീതിയാണ്. ഇനി 600 രൂപ കൂലി മേടിക്കുന്നവൻ 300 പണി പണിത് കളിപ്പിച്ച് കാശ് മേടിച്ചാൽ അവൻ്റെ മക്കളും അനുഭവിക്കുകയല്ല, അവന് കള്ളനാണ്. മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണി നമ്മൾ ചെയ്തിരിക്കണം. എവിടെയാണേലും ചിലപ്പോൾ ചില ആശാരിമാരെ കാണും 1000 രൂപ ടച്ച്, എപ്പോൾ നോക്കിയാലും ഉള്ളി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻസിൽ കുറിപ്പിക്കുക, ഉള്ളി തേക്കുക, പണി ഒട്ടിച്ചായിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പം നമുക്ക് എന്ത് മേടിക്കുന്നു അതിന് അനുപാതികമാണ് നമ്മൾ ചെയ്യണം. ഉദാഹരണം, ഒരു കോൺട്രാക്ടർ ഒരു കെട്ടിടം പണിയുമ്പോൾ സിമെൻറ്റ് ഒതുക്കിയാൽ അമുക്കിയാൽ ആ കോൺട്രാക്ടറാണ് മോഷ്ടാവും. റോഡ് പണിയുന്ന ആൾ താറമുക്കിയാൽ അത് മോഷണമാണ്. അപ്പം അർഹതയില്ലാത്ത എന്തും കയ്യിൽ ശേഖരിച്ച് വെച്ചോ അതിന് മോഷണം. ഞങ്ങളുടെ ജ്ഞാനമന്ദിരത്തിൽ ഒരിക്കലൊരു സപ്ലൈ ഓഫീസർ ധ്യാനിക്കാൻ വന്നു അസിസിയിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ലോകം മുഴുവൻ മര്യാദകേട്, തിന്മ പെരുകുന്നു, എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു റേഷൻ കടക്കാരൻ ഒരു ഫയലിൽ ഒപ്പിടാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നു. അത് കള്ളനോട്ടായിരുന്നു. കൈക്കൂലിക്ക് കുഴപ്പമില്ല, കള്ളനോട്ടിനാണ് പ്രശ്നം. ഇതെല്ലാമാണ് മോഷണമെന്ന് പറയുക. നമുക്ക് മനസാക്ഷിക്കുന്നുള്ള 10 പൈസ പോലും നമ്മുടെ കയ്യിൽ ഇരിക്കാൻ പാടില്ല. നേടുന്നതെല്ലാം സത്യസന്ധമായും സുതാര്യമായും നേടിയതായിട്ട് നമ്മൾ കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ അതിൽ വിളിക്കാവുന്ന വാക്കാണ് മോഷണം. ഈ ചിലർ കടം മേടിച്ചിട്ടേ കാശുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കുകയില്ല, അതൊരു മോഷണമല്ലേ? മോഷണം തീർച്ചയായും. അവൻ്റെ ആവശ്യം നേരത്തെ സഹായിച്ചു, പക്ഷേ ആ വ്യാഖ്യാനത്തിൽ വരും, അർഹതയില്ലാത്തത് കൈവെക്കുന്നു, അപ്പോൾ അത് മോഷണമായിട്ട് മാറും. ഈ വ്യക്തികളെ അങ്ങനെ തന്നെയല്ലേ, ഈ മറ്റൊരാളെ നമുക്ക് അർഹതപ്പെടാത്തവരെ നമ്മളിങ്ങനെ മനസ്സിൽ വെക്കുക, സ്നേഹിക്കുക, എടുക്കുക, ഇതും ഒരു മോഷണമല്ലേ? അതെ, 2 കൂട്ടം മോഷണമുണ്ട്. ഒന്ന് വ്യക്തിമോഷണം, 2 വസ്തുമോഷണം. രണ്ടുമുണ്ട്. വസ്തുമോഷണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ വ്യക്തിമോഷണം മറ്റൊന്നുണ്ടെങ്കിൽ അതിന് അടുത്ത പ്രമാണത്തിൽ ചിലപ്പോൾ കൂടുതൽ കണക്ട് ചെയ്ത് വരുമായിരിക്കും. അത് അവസാനം വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ റെഫർ ചെയ്ത് പോകുമായിരിക്കും. അപ്പം നമ്മൾ ആ സിൻസിയർ ഇല്ലാത്തതൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. അടുത്ത പ്രമാണം അതുമായിട്ട് ഈ വ്യക്തിമോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അപ്പോൾ അതിലൊരു മോഷണമുണ്ട്, വ്യഭിചാരമുണ്ട്, പലതുമുണ്ട്. പക്ഷെ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? അതിലേ ഉള്ളൂ, നമ്മൾ കിട്ടിയ വണ്ടിയിൽ യാത്ര ചെയ്യുക. അപ്പം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു വണ്ടി ദൈവം തന്നു. പുരോഹിതനായ ഞാൻ എൻ്റെ പൗരോഹിത്യവും അതുമായി ബന്ധപ്പെട്ട മേഖലകളും ആസ്വദിച്ച് ജീവിച്ച് കടന്നു പോകണം. അപ്പം ഞാൻ ഓർക്കുകയാണ്, കല്യാണം കഴിക്കുന്നതായിരുന്നു നല്ലത്. ആ ഒരു ചിന്ത. കല്യാണം കഴിച്ചു വരുത്തം പറയുകയാണ്, ഇനി അച്ഛനാകാൻ സാധ്യതയുള്ളൂ. അത് മറ്റൊരു ചിന്ത. അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ഉള്ളിടത്ത് തൃപ്തിയില്ല, മറ്റൊന്നിലേക്കാണ് എത്തി നോക്കുക. അങ്ങനെ വരുമ്പോഴാണ് സ്വന്തം ഭാര്യ തൃപ്തിയില്ലാതെ വന്നാൽ വേറൊരു സ്ത്രീയിലേക്ക് തിരിയും. സ്വന്തം ഭർത്താവ് തൃപ്തിയിലെ മറ്റൊരു
പുരുഷനിലേക്ക് തിരിയും. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് അന്യൻ്റെ ഭാര്യയെന്നൊക്കെ അവൻ ചിലർ പറയും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ്. പഴയ പുരുഷ മേധാവിത്വ കാലഘട്ടത്തിൽ കുറിക്കുമ്പോൾ എഴുതിയെന്നല്ലേ ഉള്ളൂ. രണ്ട് ഈക്വൽ അല്ലേ? അത് ഈക്വൽ ആണെങ്കിൽ ചുമ്മാ തമാശക്ക് ചോദിച്ചാൽ ഞങ്ങൾ ഭാര്യമാർക്ക് ഇത് ബാധകമല്ലേന്ന്. രണ്ടു കൂട്ടരെയും ബാധിക്കും. കൂടുതലും മറ്റതായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെയുണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, ആണുങ്ങളിലാണ് കൂടുതൽ അങ്ങനെ കാണുന്നത് പൊതുവില്ല. അത് നമ്മളിപ്പം ഞാനിപ്പം എറണാകുളത്ത് ഇരിക്കുന്നു, എനിക്ക് തൃശ്ശൂരിനും പോകണം, കോട്ടയത്തിനും പോകണം. ഞാൻ തൃശ്ശൂർ ബസ്സൊക്കെ കയറിയിരിക്കുക, ഇരിക്കോടെ അറിയാം ഷോ കോട്ടയം ബസ്സായിരുന്നെങ്കിൽ വൈക്കം കാണാം, തലയോലപ്പറമ്പ് കാണാം, കടുത്തുരുത്തി കാണാം, ഏറ്റുമാനൂർ കാണാം. അവർക്ക് തൃശ്ശൂർ ബസ്സേ ഇരിക്കുമ്പം തൃശ്ശൂരിലെ വഴി ആസ്വദിക്കണം. അത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അലുവാണ്ട, അങ്കമാലി, കാലടി, ചാലക്കുടി അങ്ങനെ ആസ്വദിക്കണം. ഞാൻ എൻ്റെ വണ്ടി ആസ്വദിക്കാം ഒരു വിധത്തിൽ, മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി ആസ്വദിക്കണം. അത് ആസ്വദിക്കാതെ മറ്റൊരു സ്വപ്നം കണ്ടാൽ ഇതാണ് 9-ാം പ്രമാണ ലംഘനം. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അതുപോലെ അന്യ കൂട്ടുകാർ കെട്ടിയോനെ മോഹിക്കരുത്. അതാണ് 9-ാം പ്രമാണം. നമ്മൾ കിട്ടിയ അവസ്ഥയിൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, മോശയോട് ദൈവം പറഞ്ഞു, നക്ഷത്രത്ത് വളരുക. അല്ലാതെ മറ്റ് വ്യക്തത കാണിച്ചാൽ അതാണ് 9-ാം പ്രമാണത്തിൻ്റെ ലംഘനം. ഞാൻ ഓർക്കും ഇങ്ങനെയുള്ളവർക്കൊരു കുറച്ച് ടിപ്സൊക്കെ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കാമോ, എങ്ങനെ ഇങ്ങനെ നിലനിൽക്കാം? ഒന്നാമത് ഈ ഭർത്താവിനോട് ഒരു താല്പര്യമുള്ള ഒരു ഭാര്യ പണ്ടത്തെ ഏതെങ്കിലും കൂട്ടുകാരെ കാണുമ്പോൾ മറ്റുള്ള ആരെങ്കിലും കാണുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ആ ഒരു മേഖലയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സൗഹൃദങ്ങളിലേക്ക് പോയാൽ അവരുടെ അപകടത്തിന് ധാരാളം സാധ്യതയുണ്ട്. ഒരുപക്ഷെ വാട്സപ്പ് കൂട്ടായ്മയാകാം, പല രീതിയാകാം. അപ്പം അങ്ങനെ ഉള്ള ബന്ധങ്ങളിലേക്ക് തള്ളിവിടുന്ന അതിലേക്ക് നമ്മൾ പോകരുത്. രണ്ടാമത്, അങ്ങനെയുള്ള വ്യക്തി ഒരു സുഹൃത്തിൻ്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് പോകരുത്. ഉദാഹരണത്തിന്, ഭർത്താവുമായി സന്തോഷമില്ലാത്തൊരു സ്ത്രീ അല്പം കരുതലും സ്നേഹവും തരുന്ന ഒരു പുരുഷനെ കാണുമ്പം അവൻ്റെ അടുത്ത് പോയി നിന്നാൽ വീഴ്ചകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പുരുഷൻ ഒരു സ്ത്രീയുടെ അടുക്കിലേക്കും അങ്ങനെ പോകാൻ പാടില്ല. അപ്പം വാട്സപ്പ് കൂട്ടായ്മകൾ, ഒപ്പം ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം എന്നെ ഇക്കിളിപ്പെടുത്തുന്ന ഫോൺ വിളിക്കുന്നവരോട് അധികം മിണ്ടാൻ പോകരുത്. ഭർത്താവുമായി തൃപ്തിയില്ലാത്തൊരു ഭാര്യ സുഖിപ്പിക്കുന്ന ഫോൺ വിളിക്കുന്ന മനുഷ്യനോട് ഫോൺ വിളിച്ചു പോയാൽ അവസാനം ചെന്ന് വീഴും. അതുപോലെ ഭാര്യയോട് തൃപ്തിയില്ലാത്തവൻ ഭാര്യയുടെ കൂട്ടുകാരിയോടോ അനിയത്തിയോടോ ആരോടെങ്കിലും ഫോൺ വിളിച്ചു തുടങ്ങി കുറേ കഴിയുമ്പോഴത്തേക്ക് അവനും വീഴും. അപ്പം അങ്ങനെ വീഴാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് കുടുംബം ശ്രദ്ധിക്കണം. സൗഹൃദങ്ങളിൽ പുലർത്തുന്നൊരു ശ്രദ്ധ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ വീണു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് വിവേകത്തോടുകൂടി ചെയ്യണം. അതുകൊണ്ടാണ് പറയുക, വിവാഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വിവേകം. വിവേകമില്ലാത്ത സംസാരങ്ങൾ, ബന്ധങ്ങൾ, ഇടപെടലുകൾ ഒരിക്കലും നടത്തരുത്. അങ്ങനെ നടത്തിയാൽ ഇത് പരാജയം ഉണ്ടാകും. പിന്നെ അത് കഴിച്ച് പിന്നീട് വേദനിക്കുന്നവരോട് തെറ്റിപ്പോയി അബദ്ധമായി എന്നും പറഞ്ഞ് അത് പിന്നെ കാര്യമില്ല. നമ്മൾ തീയിൽ ചാടുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഒരു ആവേശത്തിൽ അങ്ങോട്ട് ചാടിയാൽ പിന്നെ അതുപോലെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റിയല്ലോ. അപ്പം അങ്ങനെയുള്ള മേഖലകളെ ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളും ഒരുപാട് ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ വീഴിക്കപ്പെടാം. അത് ഒരു മനഃശാസ്ത്രമാണ്. കാരണം സ്നേഹത്തിൻ്റെ ദൗർബല്യം അവർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഒരു സ്നേഹ ദൗർബല്യമുണ്ട്. പുരുഷന് അല്പം കൂടെ കട്ടിയുള്ള രീതിയാണേലും ഇഷ്ടക്കേട്ടുള്ള കുടുംബമാണോ അവനും വളരെ എളുപ്പത്തിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭാര്യയും 2 മക്കളുള്ളവനൊക്കെ 18 വയസ്സുള്ള BSc നേഴ്സിനെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ കോളേജ് +2 പഠിക്കുന്ന കുട്ടിയെ സ്നേഹിക്കുന്നു. പണ്ടുള്ള ഉദ്യാനപാലം എന്ന് പറഞ്ഞ് പണ്ടൊരു പടം ഉണ്ടായിരുന്നു. അപ്പം അതേ രീതിയിൽ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ വിവേകത്തോടെ മാറിയില്ലെങ്കിൽ അവസാനം ട്രാപ്പിൽ വീണു പല കുടുംബങ്ങൾ തകരാനും കാരണമാവും. അതുകൊണ്ട് ഈ 9-ാം പ്രമാണം ഒത്തിരി ശ്രദ്ധാപൂർവ്വം നമ്മൾ പാലിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു പ്രമാണമാണ്. അടുത്ത നമുക്ക് ഏറ്റവും അവസാനത്തെ കൽപ്പനയിലേക്ക് കിടക്കാം. അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും ഈ കൽപ്പന കൊണ്ട് എന്താണ് നമ്മുടെ കുടുംബജീവിതത്തിൽ അർത്ഥമാക്കുന്നത്? അത് നമ്മൾ അന്യൻ്റെ വസ്തു എന്ന് പറയുമ്പോഴേ നമ്മളെന്തോ ഒരു തേങ്ങാക്കൊലയോ വാഴക്കൊലയോ ആട്ടുമുട്ടനെ കട്ടു എന്നുള്ളതല്ല. നമുക്ക് ഉള്ള പരിമിതി നിൽക്കാൻ പഠിക്കണമെന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് ഒരു 6 ലക്ഷത്തിൻ്റെ ഒരു സാധാരണ കാർ
മേടിക്കാൻ പറ്റും. അയൽവാസിയുടെ 15 ലക്ഷത്തിൻ്റെതാണ്. അവനോട് മത്സരിക്കാൻ വേണ്ടി ഞാൻ 9 ലക്ഷം കൂടെ കടമെടുത്തിട്ട് കാറ് മേടിച്ചാൽ ഇത് 10-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. എനിക്ക് കാശ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെ മക്കൾ വഴി ഉണ്ടാവും. ആ ബോധ്യത്തിലാണെങ്കിൽ ഒന്നുമില്ല പറയാൻ. വെറുതെ ഒരാർത്തി സംസ്കാരത്തിൽ പോയി അങ്ങനെ നേടിയാൽ അത് 10-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. എനിക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു സാധാരണ ഒരു ചെറിയ വീട് പണിയാൻ പറ്റും. എൻ്റെ അയൽവാസികൾ 30 ലക്ഷത്തിൻ്റെ വീടാണ്. അവനോടൊപ്പം നിൽക്കാൻ വേണ്ടി 20 ലക്ഷം കടമെടുത്താൽ അങ്ങനെ പണിയുന്നത് ശരിയല്ല. വീട്ടാളുടെ വഴിയുണ്ടോ ഒക്കെ വെറുതെ ഒരു ആവേശത്തിൽ എടുത്താൽ അത് ഈ 10-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ, നൽകപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കണം. അല്ലാതെ കാണിക്കുന്ന ആർത്തികൾ, ഇതാണ് അന്യൻ്റെ വസ്തു ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ അവനെപ്പോലെ എനിക്കിപ്പോൾ ആകണം. അങ്ങനെ സാഹചര്യങ്ങളിൽ കാലക്രമത്തിൽ ഈ ലാവിഷായ ആൾ ചുരുങ്ങും. ഒരിക്കലും ചുരുങ്ങിന് ആൾ ലാവിഷായിട്ട് പോകാൻ പറ്റിയല്ല. സാധാരണ കാണുന്നത് ഒത്തിരി ദൂരത്തുള്ള ആളുകൾക്ക് എൻ്റെ പങ്കാളി ഇങ്ങനെയാണല്ലോ, എനിക്കിത് മതി, ആ ചിന്തയിലേക്ക് വരും. അല്ലാതെ ഞാനതുപോലെ ആയേക്കാം. ഈ മക്കളെല്ലാം മറിയം പറയും, ഈ കുശസ്യയെ പോലെ ആയാൽ മതിയായിരുന്നു. കുശസ്യ പോലെ മക്കളെല്ലാം പറയും, ആ ജീവിക്കാൻ പറ്റിയില്ലല്ലോ, ചിന്തിക്കുകയല്ല. നന്മയുടെ മുമ്പിൽ തിന്മ കീഴടം, അങ്ങനെ അതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത് സാവധാനം ഇല്ലാതാവും, മാറുന്നത്. എന്തായാലും കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ വളരെ കാര്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 10 പ്രമാണങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പ്രയോജനമായി കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും ഇത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.